നമസ്തേ. ഓണം മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടി ആചരിക്കുകയും ആഘോഷിക്കുകയും വരുന്ന ഓണം ഇനി വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഓണാഘോഷത്തിൻ്റെ പിന്നിലുള്ള തത്വങ്ങൾ, ആധ്യാത്മികമായ തത്വങ്ങൾ, അതിൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലം, അതുപോലെ ഐതിഹ്യം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏത് ആഘോഷങ്ങളോ അല്ലെങ്കിൽ ആചരണങ്ങളോ അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫി, അതെന്തുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ തലമുറകളായിട്ട് ആചരിക്കുകയും അതങ്ങനെ ഈ കാലഘട്ടം വരെ എത്തിയതും എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. മഹാഭാഗവതമാണ് ഓണാഘോഷത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു യഥാർത്ഥത്തിൽ ഉദാഹരണമായിട്ട് നിൽക്കുന്നത്. മഹാഭാഗവതം വാസ്തവത്തിൽ കലിയുഗത്തിന് വേണ്ടി വ്യാസമഹർഷി നിർമ്മിച്ചതാണ്. അപ്പോൾ അതിന് വളരെ പ്രസക്തിയുണ്ട്. മാത്രമല്ല, ഇപ്പോഴും സപ്താഹ രൂപത്തിൽ ആ പുരാണം ലോകത്തെമ്പാടും ചർച്ച ചെയ്ത് വരുന്നൊരു ഗ്രന്ഥം കൂടിയാണ്. അപ്പം അതുകൊണ്ട് അതിൽ പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നീട് അതിൽ നിന്നുള്ള ചില വ്യക്തിത്വങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് സാഹിത്യകാരന്മാർ പല നോവലുകളും അതുപോലൊക്കെ രചിക്കുന്നുണ്ട്. പക്ഷെ അത് അടിസ്ഥാനമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മൂലം എന്ന് തന്നെ വേണം. മൂലം എന്നാ പറയുക സംസ്കൃതത്തിലുള്ള. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓണാഘോഷത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചരിത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ തത്വങ്ങളുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് തിരുവോണം വരുന്നത്. 27 നക്ഷത്രത്തിൽ ഒരു നക്ഷത്രമാണ് ഓണം. പക്ഷെ അതിൻ്റെ മുമ്പിൽ ബഹുമാന സൂചകമായിട്ട് തിരു എന്ന് കൂട്ടിച്ചേർക്കുന്നു. കാരണം ആ നക്ഷത്രത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. മഹാവിഷ്ണു ദേവതയായ നക്ഷത്രമാണ് തിരുവോണം. അതുകൊണ്ടാണ് അവിടെ തിരു എന്ന് ചേർക്കുന്നത്. ഈ തിരുവോണം ദിവസമാണ്, ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ചത്. അത് ഏത് നക്ഷത്രത്തിലാണ്, ഏത് തിഥിയിലാണ്, ഏത് സമയത്താണെന്നൊക്കെ വളരെ വ്യക്തമായി ഭാഗവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ ദ്വാദശി തിഥിയിൽ ആ ദിവസം തിരുവോണവും കൂടിയാണ്. അപ്പോൾ വൈഷ്ണവ കല അതിലുണ്ട് എന്നും കൂടി വ്യക്തമാവുന്നു. പിന്നെ അവതരിച്ച സമയം നട്ടുച്ച സമയമാണ്. അങ്ങനെ വളരെ വ്യക്തമായിട്ട് വാമനമൂർത്തിയുടെ അവതാരം ഭാഗവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഭഗവാൻ വാമനാവതാരം സ്വീകരിച്ചത്? മഹാബലി പ്രഹ്ലാദൻ്റെ പൗത്രനാണ്. അദ്ദേഹം വിഷ്ണുഭക്തനാണ്, സത്വഗുണപ്രധാനാണ്. അദ്ദേഹം പാരമ്പര്യമായി ലഭിച്ച ആ ചക്രവർത്തി പദവി സ്വീകരിച്ച് അസുരലോകത്തെ ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിലാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേവലോകവും കൂടി ഒന്ന് തൻ്റെ വരുതിയിൽ കൊണ്ടുവരണം എന്നൊരു മോഹമുണ്ടായി. അതിന് നമ്മൾ സാധാരണ സാമ്രാജ്യത്വ മോഹം എന്ന് പറയും ഇന്നത്തെ ഭാഷയിൽ. അപ്പം അങ്ങനെ ദേവന്മാരുമായിട്ട് ഇടയ്ക്കിടെ യുദ്ധം ചെയ്തു. ഒടുവിൽ ദേവലോകം തനിക്ക് സ്വന്തമാക്കി. പിന്നീട് ഭൂമി കൂടി വേണം എന്നാഗ്രഹമുണ്ടായി. മനുഷ്യരും എൻ്റെ ആജ്ഞാനുവർത്തികളായിരിക്കണം എന്ന ചിന്തയായിരിക്കാം അദ്ദേഹം ഭൂമിയെയും ആക്രമിച്ചു. അങ്ങനെ ഭൂമിയെയും തൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ 3 ലോകത്തിൻ്റെയും അധിപനായി താനാണ് ത്രൈലോക്യാധിപൻ എന്ന നിലയിൽ അദ്ദേഹം പെരുമാറാൻ തുടങ്ങി എന്നാണ്.
അപ്പോൾ ഇത് വാസ്തവത്തിൽ അന്നത്തെ നിയമപ്രകാരം തെറ്റായ ഒരു നടപടിയാണ്. അത് മഹാവിഷ്ണുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്തെൻ്റെ ഭക്തനാണ് എന്നും കൂടി ആകുമ്പോൾ അതിൻ്റേതായ ചില വിഷമങ്ങളും ഭഗവാനുണ്ടല്ലോ. ഭഗവത് ഭക്തന്മാർ, വിഷ്ണു ഭക്തന്മാർ തെറ്റ് ചെയ്യുമ്പോൾ മഹാവിഷ്ണു ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാവും. സ്വജനപക്ഷപാതം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതും ഭഗവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തൻ്റെ ഭക്തൻ ചെയ്ത തെറ്റ് തിരുത്തുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാമനാവതാരം ഭഗവാൻ സ്വീകരിച്ചത്. ഏറ്റവും കുറിയ ഒരു ബാലനായിട്ടാണ് അവതരിക്കുന്നത്, ബ്രാഹ്മണ ബാലനായിട്ടാണ്. മഹാബലിയുടെ അടുത്ത് ചെന്നു, എനിക്ക് 3 അടി മണ്ണ് ദാനം ചെയ്യണം, തപസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. മഹാബലി അത് കേട്ടപ്പോൾ വളരെ നിസ്സാരമായ രീതിയിലാണ് പ്രതികരിച്ചത്. എന്തിനാ 3 അടി? ഞാൻ 3 ലോകത്തിൻ്റെയും അധിപനാണ്. ഇഷ്ടം പോലെ എനിക്ക് ഭൂസ്വത്തും അതുപോലെ ദേവലോകത്തും അസുരലോകത്തും ഉണ്ട്. എത്ര സ്ഥലം വേണമെങ്കിലും ചോദിച്ചു. അപ്പോൾ വാമനമൂർത്തി പറഞ്ഞു, ഇല്ല, എൻ്റെ ശരീരമാകെ ഇത്രയേ ഉള്ളൂ, അതിരിക്കാനുള്ള ആ ഇടമാണ് ഞാൻ ചോദിച്ചത്, വേറെ എനിക്ക് ആവശ്യമില്ല. ഉടനെ ആ സ്ഥലം ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ശുക്രമഹർഷി എതിർത്തുവെങ്കിലും ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മഹാബലി ആ ദാനം ചെയ്യാൻ തയ്യാറായി. ഈ സമയത്ത് വാമനമൂർത്തി ആകാശം മുട്ടെ വളർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ത്രിവിക്രമൻ എന്ന പേര് പിന്നീട് ഭഗവാന് കിട്ടി. ആ വടുരൂപം പോയി. എന്നിട്ട് തൻ്റെ കാലുകൊണ്ട് അളക്കുകയാണ്. അങ്ങനെ ഭൂമിയും സ്വർഗവും പാതാളം എന്ന് പറഞ്ഞ അസുരലോകത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ തൻ്റെ ഒരു കാല് കൊണ്ട് ഭൂമിയും അളന്നു, സ്വർഗലോകം അളന്നു. പിന്നീട് 2ാമത്തെ കാലടി കൊണ്ട് ഭൂമിയെയും അസുരലോകത്തെയും അളന്നു. 3ാമത്തെ കാലടി എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം നടന്നു. വാമനമൂർത്തിയുടെ ഇടതുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് സ്വർഗത്തെ അളക്കാനായിട്ട് കാലുയർത്തിയപ്പോൾ അത് ബ്രഹ്മാണ്ടത്തിൽ സ്പർശിച്ച് ആ പെരുവിരലിൽ നിന്ന് പവിത്രമായ ഒരു ജലം ഒഴുകാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു ഭഗവാന്റെ ആ കാൽ വിരലിൽ നിന്ന് വരുന്ന പ്രവാഹം കണ്ടിട്ട്. അത് ആകാശഗംഗയായിരുന്നു. ലോകത്തെ മുഴുവനും പവിത്രീകരിക്കാൻ പര്യാപ്തമായ ആകാശഗംഗ വാമനമൂർത്തിയുടെ ഇടതുകാലിൻ്റെ പെരുവിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അത് പിന്നീട് ഭഗീരഥൻ തപസ് ചെയ്ത് പരമശിവൻ്റെ ജടയിലേക്ക് സന്നിവേശിപ്പിച്ചു. അവിടെ നിന്ന് ഭാരതത്തിലേക്ക് ഒഴുകി അളകനന്ദ, മന്ദാകിനി എന്ന പേരിൽ. അങ്ങനെയാണ് നമുക്ക് ഗംഗാനദി, ഏറ്റവും പവിത്രമായ ഗംഗാനദി നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് ഓരോ ഭക്തന്മാരും മനസ്സിലാക്കണം. വാമനമൂർത്തിയുടെ ഇടതുകാലിൻ്റെ പെരുവിലാണ്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. മഹാബലിക്ക് പിന്നെ ഒന്നുമില്ല, ഈ 3 ലോകം അളന്നല്ലോ ഭഗവാൻ, ഇനി എനിക്കൊന്നും തരാനില്ല ഭഗവാനെ, ഇനി എൻ്റെ ഈ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിനയത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നു എന്നാണ് അവർ നമസ്കരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നു. ഭഗവാൻ മനസ്സിലാക്കി തൻ്റെ ഭക്തൻ്റെ അഹങ്കാരം മുഴുവനും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു, മനസ്സ് പവിത്രമായിരിക്കുന്നു, ഇവനെ അനുഗ്രഹിക്കണം എന്ന് തീരുമാനിക്കുക. ഒരു 3 വരം നൽകുകയാണ്. അത് ആദ്യത്തേത്, അസുരനായ മഹാബലിയെ ദേവന്മാരുടെ ഇന്ദ്രനായി ഉയർത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പുണ്ടായിട്ടില്ല. ദേവന്മാരുടെ അധിപനായിട്ടൊരു അസുരനെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തെ ഇന്ദ്രനായിട്ട് അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹത്തെ സാവർണ്യ മന്വന്തരം എന്ന് പറയും. ഈ മന്വന്തരം വൈവസ്വത മന്വന്തരമാണ്. അത് കഴിഞ്ഞാൽ സാവർണ്യ മന്വന്തരം. ആ മന്വന്തരത്തിൽ ഇപ്പോൾ ഉള്ള ദേവേന്ദ്രൻ മാറി പുതിയ ദേവേന്ദ്രൻ വരും, അത് മഹാബലിയായിരിക്കും വരിക നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ അതുവരെ, ഇനി കുറച്ച് കാലം കഴിയണമല്ലോ, അതുവരെ സുരക്ഷിതമായി താമസിക്കാൻ ഭൂമിക്കടിയിലുള്ള 3ാമത്തെ ലോകം, ഭൂമിക്കടിയിലുള്ളത് തൊട്ടടുത്ത് അതലം, പിന്നെ വിതലം, സുതലം. ആ സുതലം എന്ന് പറഞ്ഞ് സ്വർഗസമാനമായ ലോകത്തിൽ താമസിക്കാൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല.
ഇതിവിടെ ഭാഗവതം തൊട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് അഷ്ടമസ്കന്ധത്തിൽ 22-ാം അധ്യായത്തിലാണ് ഈ വിവരണം. ഏത് ഭക്തന്മാർക്കും ആ മൂലഗ്രന്ഥം നോക്കി വായിക്കാം. എൻ്റെ ഒരു വ്യാഖ്യാനവും അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് മലയാളത്തിലാണ്, വളരെ ലളിതമായ മലയാളത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഭഗവാൻ ആ രണ്ടാമത്തെ ആ അനുഗ്രഹം നൽകി. എന്നിട്ടും മനസ്സിനൊരു തൃപ്തി പോരാതെ വന്നപ്പോൾ മഹാബലിയുടെ സുരക്ഷ ഉറപ്പ് വരുത്താനായി സുതലത്തിൽ താൻ തന്നെ തൻ്റെ മന്ദിരത്തിൻ്റെ കാവൽക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കും എന്നുകൂടി വാമനമൂർത്തി പറഞ്ഞു. ഇത്രയും കരുണാമയനായൊരു മൂർത്തിയെ നമുക്ക് കാണാൻ സാധിക്കുമോ? അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയം. അങ്ങനെ ആ അനുഗ്രഹം നൽകി ആ വാമനമൂർത്തി നമ്മളുടെയൊക്കെ ഈശ്വരൻ എന്ന നിലയിൽ തന്നെ നമ്മൾ ആരാധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവാണ് വാമനമൂർത്തി. ആ വാമനമൂർത്തിയുടെ അനുഗ്രഹം നമുക്കൊക്കെ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാര ദിവസം, ജന്മദിനം എന്ന നിലയിൽ നമ്മൾ എല്ലാ വർഷവും തിരുവോണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു വരികയാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ പറയേണ്ടത് വാമന ജയന്തി എന്നാണ്. വാമന ജയന്തിയാണ്. എപ്പോഴാണോ ഒരു മഹാത്മാവ് ജനിച്ചത് ആ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ അതിന് ജയന്തി എന്നാണ് പറയുക. ശ്രീകൃഷ്ണൻ ജനിച്ചത് അഷ്ടമി രോഹിണി, അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി. അതുപോലെ ശ്രീരാമ ജയന്തി. അതുപോലെ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം ഗാന്ധി ജയന്തി. അപ്പോൾ ആ ദിവസം വാമനമൂർത്തിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാവരും വാമന ജയന്തി എന്നാണ് മനസ്സിലാക്കേണ്ടതും. അന്ന് വാമനമൂർത്തിയെ, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. പക്ഷെ മഹാബലിയുടെ ഒരു ആഗ്രഹം ഭഗവാന്റെ മുമ്പിൽ വെച്ചു. എനിക്കെൻ്റെ പ്രജകളെ, പഴയ പ്രജകളെ ഒന്ന് കാണണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ അവതാര ദിവസം വളരെ ഗംഭീരമായിട്ട് ഭക്തന്മാർ ആഘോഷിക്കുന്നുണ്ട്. ആ ദിവസം നമുക്ക് നിങ്ങളുടെ പ്രജകളുടെ, മുൻ പ്രജകളെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഈ തിരുവോണ ദിവസമാണ് മഹാനായ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയും മഹാബലിയും നമ്മുടെ വീടുകളിൽ സന്ദർശിക്കുന്നു എന്നതാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ സ്വീകരിക്കാനാണ് ആ പൂക്കളമൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. ആ പുഷ്പം വിരിച്ച് മഹാവിഷ്ണുവിനെ എതിരേൽക്കുന്നു, വാമനമൂർത്തി കൂടെ ഭഗവാന്റെ പ്രിയ ശിഷ്യനെയും നമ്മൾ വരവേൽക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമായ കാരണം. നമ്മുടെ മൂലഭാഗവത്തിൽ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ എഴുതിയ ഓണാഘോഷത്തിനെ പറ്റിയല്ല. അപ്പോൾ നമ്മളൊക്കെ ആ ദിവസം ആ നിലയിൽ തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞ് വാമനമൂർത്തിയെ വില്ലനായി ചിത്രീകരിച്ച് മഹാബലിയെ എല്ലാ തരത്തിലും ശ്രേഷ്ഠനാക്കി മാറ്റി ഈ വാമന ജയന്തി ദിവസം മഹാബലിയെയാണ് നമ്മൾ ആചരിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനൊരു സംഭവം ഉണ്ടോ? കേരളത്തിലല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഈ ഓണ ദിവസം എല്ലാവരും സസ്യാഹാരമാണ് കഴിക്കേണ്ടത്. പക്ഷേ എവിടെയോ തെറ്റായ കഥ പ്രചരിപ്പിച്ചതുകൊണ്ട് ആ ദിവസം അസുരന്മാർ സുരപാനം, അതായത് മദ്യം സേവിക്കുന്നവരാണ്. അപ്പോൾ ഓണ ദിവസം മദ്യവും മാംസവും കഴിക്കാം എന്ന പ്രചരണം ശക്തമായി. അങ്ങനെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഓണ ദിവസം സസ്യേതര ഭക്ഷണം കഴിക്കുന്നത്. ഇത് വാസ്തവത്തിൽ മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല, വാമനമൂർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ അനുഗ്രഹിക്കാൻ തന്നെ അദ്ദേഹത്തിന് തോന്നില്ല. അതിനുള്ള തെളിവാണ് ഓണ ആഘോഷം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ പത്രങ്ങൾ വായിച്ചാൽ മതി. വലിയ അക്ഷരത്തിൽ കാണാം, ഈ വർഷത്തെ ഓണം വളരെയധികം നന്നായി നടന്നു. എത്രയോ 1000 കോടി ലിറ്റർ, അല്ലെങ്കിൽ എത്ര ലക്ഷം, അതിൻ്റെ കണക്ക് ആ ദിവസം പത്രത്തിലുണ്ടാവും. അത്രയും ലിറ്റർ മദ്യം കേരളത്തിൽ ആളുകൾ കുടിച്ചു തീർത്തു എന്നുള്ളത്. ഓണാഘോഷം നടത്തി പിറ്റേ ദിവസം വരുന്ന ഏറ്റവും പ്രധാന വാർത്ത, പൂക്കളം, അതൊന്നും അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല, മദ്യവിൽപ്പന നടന്നിരിക്കുന്നു. അപ്പോൾ ഇത് തിരുത്തേണ്ട കാലം വൈകിയിരിക്കുന്നു. അത് വാമന ജയന്തി എന്നതിൽ വാമന മൂർത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം എല്ലാ വർഷവും
പിന്നെ ഓണം ആചരിക്കുവാൻ, കൂടെ എല്ലാവരെയും സ്നേഹിച്ച ഒരു രാജാവ് എന്ന നിലയിൽ മഹാബലിയെയും നമുക്ക് സ്വീകരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമസ്തേ.